അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് പഠനം. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അല്ലാഹ് കുല്ലു അമലി ഇബ്നി ആദം ലഹു ഇല്ല സിയാം ഫഇന്നഹു ലി വ അന അജ്സി ബിഹി. ഇമാം ബുഖാരി റഹിമഹുള്ളയും ഇമാം മുസ്ലിം റഹിമഹുള്ളയും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, അല്ലാഹു പറഞ്ഞു, ആദമിന്റെ പുത്രന്റെ എല്ലാ പ്രവർത്തനവും അവനുള്ളതാണ്, നോമ്പൊഴികെ അത് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുക. അള്ളാഹു പറയുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസുകൾക്കാണ് ഹദീസ് ഖുദുസി എന്ന് പറയുക. ഇപ്രകാരമുള്ള ഖുദുസിയായ ഹദീസുകളിൽപ്പെട്ട ഒരു ഹദീസാണ് ഇത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആദമിന്റെ പുത്രന്റെ അഥവാ മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളും അവനുള്ളതാണ്, നോമ്പൊഴികെ അത് എനിക്കുള്ളതാണ്, ഞാനാണ് പ്രതിഫലം നൽകുക എന്ന്. എല്ലാ ഇബാദത്തുകൾക്കും പ്രതിഫലം തരുന്നത് അള്ളാഹുവാണ്. എല്ലാ ഇബാദത്തുകളും അള്ളാഹുവിന് വേണ്ടിയാണ് ചെയ്യേണ്ടത്. ഒരു കലർപ്പും അതിലുണ്ടാകാൻ പാടില്ല. നിയ്യത്തിൽ മറ്റൊന്നും കൂടിക്കലരാൻ പാടില്ല. എന്നിരിക്കെ നോമ്പിനെ കുറിച്ച് മാത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല അതെനിക്കാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. കാരണം മറ്റൊരു ആരാധനക്കുമില്ലാത്ത പ്രത്യേകതകളും സവിശേഷതകളും ഉള്ള ഒരു ഇബാദത്താണ് നോമ്പ്. നോമ്പ് എന്ന് പറയുന്നത് ഒരു പ്രവർത്തനമല്ല, ഒഴിവാക്കലാണ്. പ്രവർത്തനങ്ങളാണ് ആളുകൾക്ക് കാണാൻ കഴിയുക. അതിനാൽ തന്നെ നോമ്പ് ആളുകൾക്ക് ദൃഷ്ടിഗോചരമായ, കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്ന ഒരു ഇബാദത്തല്ല. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പുണ്ടല്ലോ. ഒരു തിങ്കളാഴ്ച ആരോഗ്യവാനായ ഒരു വ്യക്തി റമദാൻ അല്ലാത്ത സമയത്ത് സുന്നത്ത് നോമ്പെടുത്ത് നമ്മുടെ അടുക്കൽ വന്നാൽ നമുക്ക് ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി അദ്ദേഹത്തിന് നോമ്പുണ്ട് എന്ന് പറയാൻ കഴിയില്ല. ഇങ്ങോട്ട് പറഞ്ഞാലല്ലാതെ അറിയുകയുമില്ല. നമസ്കരിക്കുന്നത് മറ്റൊരാൾക്ക് കാണാം, ഹജ്ജ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് കാണാം, സക്കാത്ത് കൊടുക്കുന്നത് കാണാം. ഇങ്ങനെ എല്ലാം കാണാൻ പറ്റിയ ഇബാദത്തുകളാണെങ്കിൽ ഒരാൾക്കും കാണാൻ പറ്റാത്ത, അള്ളാഹു മാത്രം അറിയുന്ന അതിശ്രേഷ്ഠമായ ഇബാദത്താണ് നോമ്പ്. ഒരു മുഴുപകൽ നീണ്ടു നിൽക്കുന്ന ഒറ്റ ഇബാദത്ത് എന്ന നിലക്ക് ഏറ്റവും അധികം സമയമെടുക്കുന്ന ഇബാദത്തും നോമ്പാണ്. അതുപോലെ തന്നെ ഒരു ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കെ തന്നെ മറ്റു ഇബാദത്തുകളും ഭൗതിക കാര്യങ്ങളും ചെയ്യാൻ പറ്റിയ ഒന്ന് നോമ്പാണ്. നമസ്കരിച്ചു കൊണ്ടിരിക്കെ ഒരു വ്യക്തിക്ക് മറ്റൊരു ഇബാദത്ത് അതിന്റെ കൂട്ടത്തിൽ ചെയ്യാൻ പറ്റില്ല. ആളുകൾക്ക് സേവനം ചെയ്യൽ വലിയ ഇബാദത്താണ്. നമസ്കരിച്ചു കൊണ്ടിരിക്കെ ആർക്കെങ്കിലും വേണ്ടി സേവനം ചെയ്യാൻ പറ്റില്ല, പക്ഷേ നോമ്പെടുത്തുകൊണ്ട് പറ്റും. നമസ്കരിച്ചു കൊണ്ടിരിക്കെ കച്ചവടം ചെയ്യാൻ പറ്റില്ല, ഭൗതിക കാര്യങ്ങളിൽ ഏർപ്പെടാൻ പറ്റില്ല, പക്ഷേ നോമ്പെടുത്തുകൊണ്ടിരിക്കെ ഇതെല്ലാം സാധ്യമാണ്. അങ്ങനെ ഒരു ഇബാദത്ത് ചെയ്യുക തന്നെ കുറെ ഇബാദത്തുകൾ കൂടെ ചെയ്യാവുന്ന, കുറെ കാര്യങ്ങൾ കൂടെ നിർവഹിക്കാവുന്ന ഇസ്ലാമിലെ വളരെ പ്രധാനമായ ഇബാദത്താണ് നോമ്പ്. ഒരു മുഴുമാസക്കാലം നീണ്ടു നിൽക്കുന്ന റമദാൻ എന്ന വിശുദ്ധ മാസത്തിലൂടെ ഒരു വ്യക്തിയെ സ്ഫുടം ചെയ്തെടുക്കുന്ന, അവന്റെ പാപങ്ങൾക്കെല്ലാം പരിഹാരമാകുന്ന, ശരിയാം വിധത്തിൽ നോമ്പെടുത്താൽ അവന് എല്ലാ അർത്ഥത്തിലും ഭൂമിയിലും പരലോകത്തും വലിയ പ്രതിഫലങ്ങളും ഉണ്ടാകുന്ന ഒരു ഇബാദത്ത് എന്ന നിലക്ക് അള്ളാഹുവിന്റെ പ്രതിഫലം നോമ്പിലൂടെ പരമാവധി നേടിയെടുക്കാൻ സാധ്യമാകണം. നോമ്പിന്റെ കൂടെ എന്തെല്ലാം ഇബാദത്തുകൾ ഉൾച്ചേർക്കാൻ കഴിയുമോ അതെല്ലാം ഉൾച്ചേർത്തുകൊണ്ട് റമദാൻ എന്ന മാസം എല്ലാ അർത്ഥത്തിലും ചൈതന്യവത്തായി നിർവഹിക്കാൻ കഴിയണം. എന്റെ ജീവിതത്തിലെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ അവസാനത്തെ നോമ്പാണ് ഇത് എന്ന വിചാരത്തോടു കൂടി ഇനിയൊരു റമദാനിലേക്ക് ഞാൻ ബാക്കിയായി കൊള്ളണമെന്നില്ല എന്ന ചിന്തയോടുകൂടി ഏറ്റവും മനോഹരമായി റമദാൻ മാസത്തെ ഉപയോഗിക്കാനും വ്രതം അനുഷ്ഠിക്കാനും കൂടുതൽ ഇബാദത്തുകൾ കൂടെ ചെയ്യാനും കൂടുതൽ സേവനങ്ങൾ ചെയ്യാനും എല്ലാ അർത്ഥത്തിലും ജീവിതത്തിൽ ഇന്ന് വരെ എനിക്ക് ലഭിച്ചിട്ടില്ലാത്ത വിധം ഈ റമദാനെ എനിക്ക് അള്ളാഹുവിന്റെ അടുക്കൽ അനുകൂലമായി സാക്ഷിയാക്കാൻ ഇബാദത്തുകളിലൂടെ, അതിലുള്ള മത്സരത്തിലൂടെ കഴിഞ്ഞിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ സാധ്യമാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ.